ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 37ാമത്തെ കഥയുടെ 5ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷണ്ഠൻ ബുഖായത്ത് പറഞ്ഞ കഥ. സുൽത്താൻ്റെ നിർദ്ദേശപ്രകാരം രാജകിങ്കരന്മാർ ഖാനിമിൻ്റെ വീട്ടിലെത്തുന്നതും അയാളുടെ അമ്മയെയും പെങ്ങളെയും നാട് കടത്തുന്നിടത്തുമാണല്ലോ നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. എന്തായാലും ഖാനിമിൻ്റെ അമ്മയെയും പെങ്ങളെയും സുൽത്താൻ നാട് കടത്തി. ഈ സമയത്ത് ഖാനിമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അയാൾ ഹൃദയം പൊട്ടുമാറ് കരഞ്ഞുകൊണ്ട് ജലപാനം പോലുമില്ലാതെ നടന്ന് ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ പള്ളിമുറ്റത്ത് കണ്ട ഒരു പായയിൽ ചെന്ന് കിടന്നു. ദുഃഖവും ക്ഷീണവും കൊണ്ട് മൃതപ്രായനായിരുന്നു അയാൾ. സംസാരിക്കാൻ പോലും അശക്തനായിരുന്ന അയാൾക്ക് ഗ്രാമവാസികൾ ഭക്ഷണവും പഴയ വസ്ത്രങ്ങളും കൊടുത്തു. ഏതാണ്ട് 1 മാസം അയാൾ അവിടെ കിടന്നു. മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോൾ ആശുപത്രിയിലേക്കാക്കാമെന്ന് ചിലർ പറഞ്ഞു. ഒരു ഒട്ടക വണ്ടിക്കാരനോട് ബാഗ്ദാദിലെ ആശുപത്രിയിൽ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഈ സമയം അതിലെ നടന്നുപോയ പാവപ്പെട്ട 2 സ്ത്രീകൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: പാവം, കണ്ടിട്ട് നമ്മുടെ ഖാനിമിനെ പോലെ ഇരിക്കുന്നു. പക്ഷേ അവൻ ഇത്രയും പാവപ്പെട്ടവനല്ലല്ലോ. ഖാനിമിൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു അവർ. ദമാസ്കസിൽ നിന്നും ബാഗ്ദാദിലേക്ക് ഖാനിമിനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടതാണ്. ഒട്ടക വണ്ടിക്കാരൻ അവശനായ ഖാനിമിനെ ആശുപത്രി വരാന്തയിൽ കിടത്തിയിട്ട് പോയി. അതുവഴി വന്നവർ അയാളുടെ ദയനീയ അവസ്ഥ കണ്ട് അനുകമ്പയോടെ ചുറ്റും കൂടി. കമ്പോളത്തിലെ ഒരു ഷെയ്ഖ് പറഞ്ഞു: ആശുപത്രിയിലാക്കിയാൽ ഇവൻ ചത്തതു തന്നെ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ച് സുഖപ്പെടുത്താം. എന്നിട്ട് അടിമകളോട് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോയി. വൃത്തിയുള്ള ഒരു മെത്തയിൽ കിടത്തിയിട്ട് ഷെയ്ഖ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു: അല്ലാഹു നമ്മുടെ അടുത്തേക്ക് ഒരു അതിഥിയെ അയച്ചിരിക്കുന്നു. നമുക്കയാളെ നന്നായി പരിചരിക്കണം. അവർ വെള്ളം ചൂടാക്കി അയാളെ കുളിപ്പിച്ചു. വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. മുഖത്ത് പനിനീർ തളിച്ചു. കുടിക്കാൻ ലഘുപാനീയങ്ങൾ നൽകി. ക്രമേണ അയാൾ സുഖം പ്രാപിച്ചു. ഓർമ്മശക്തി വീണ്ടു കിട്ടിയപ്പോൾ പ്രിയപ്പെട്ട കുലൂബിനെ കുറിച്ചോർത്തു. ഖലീഫയുടെ കോപത്തിന് പാത്രമായ തൻ്റെ പ്രിയപ്പെട്ട കുലൂബ്. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട് ഷഹറസാദ് ഇടയ്ക്ക് വെച്ച് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി അവർ വീണ്ടും കഥ തുടർന്നു. ഭാഗ്യശാലിയായ മഹാരാജൻ. ഖലീഫയുടെ കോപത്തിന് പാത്രമായ കുലൂബ് ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടിട്ട് 24 ദിവസമായി. പുറത്താരോടും ബന്ധപ്പെടാതിരിക്കാൻ ഒരു കിഴവി അവർക്ക് കാവൽ നിന്നു. ഖലീഫ അവളുടെ കാര്യം പോലും മറന്നു. ഒരു ദിവസം ആ മുറിക്ക് മുന്നിലൂടെ പോകാനിടയായ ഖലീഫ അകത്തു നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. കാതോർത്തു. ഒരു ശോകഗാനത്തിൻ്റെ അന്ത്യത്തിൽ ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞു: ശുദ്ധാത്മാവായ ഖാനി, അങ്ങ് ദേവതുല്യനാണ്, കളങ്കമില്ലാത്തവനാണ്. അങ്ങയോട് അനീതി കാണിച്ചവൻ്റെ സ്ത്രീയോട് പോലും അങ്ങ് മാന്യമായി പെരുമാറി. അവളുടെ സ്ത്രീത്വത്തെ ബഹുമാനിച്ചു. അതേസമയം അയാളാകട്ടെ അങ്ങയുടെ വീട്ടിലെ പെണ്ണുങ്ങളെപ്പോലും അപമാനിച്ചു. വിധികർത്താവിൻ്റെ മുമ്പിൽ ഖലീഫയോടൊപ്പം അങ്ങും എന്നെങ്കിലും ഒരിക്കൽ ഹാജരാകുമല്ലോ. അന്ന് അങ്ങയ്ക്ക് വേണ്ടി വാദിക്കാൻ ദേവദൂതന്മാർ വരും. അങ്ങയുടെ ശത്രുവിനെ അല്ലാഹു നരകത്തിൽ തള്ളും. അത് കേട്ടപ്പോൾ ഖാനിമിൻ്റെ നേർക്ക് താൻ നീതി കാണിച്ചിട്ടില്ലെന്ന് ഖലീഫയ്ക്ക് മനസ്സിലായി. ഖുലൂബിനെ അടുത്തു വിളിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് തല കുമ്പിട്ടു നിന്നു. ഖലീഫ ചോദിച്ചു: പ്രിയപ്പെട്ടവളെ, ഞാൻ അനീതി കാട്ടിയെന്ന് നീ പറഞ്ഞല്ലോ. എൻ്റെ സ്ത്രീയെ സംരക്ഷിച്ച പുരുഷൻ്റെ പെണ്ണുങ്ങളെ ഞാൻ അപമാനിച്ചെന്നും നീ ആരോപിച്ചു. ആരുടെ കാര്യമാണ് നീ സൂചിപ്പിച്ചത്? അയൂബിൻ്റെ മകൻ ഖാനി, അവൾ പറഞ്ഞു. അയാൾ മാന്യതയ്ക്ക് നിരക്കാത്ത വിധത്തിൽ എന്നോട് പെരുമാറിയിട്ടില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. എനിക്ക് തെറ്റിപ്പോയി. ഖലീഫ പാശ്ചാത്തപിച്ചു. എല്ലാ അധികാരവും ബുദ്ധിയും അല്ലാഹുവിൽ നിക്ഷിപ്തമായിരിക്കുന്നു. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ അനുസരിക്കാം. എങ്കിൽ വിശ്വാസികളുടെ രാജകുമാര, അയൂബിൻ്റെ മകൻ ഖാനിമിനെ എനിക്ക് വേണം. ശരി, അവൻ നിനക്കുള്ളതാണ്. കൊട്ടാരത്തിൽ അവന് മാന്യമായ സ്ഥാനം ഞാൻ നൽകാം.
പ്രഭു, അയാളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആഗ്രഹം നടക്കട്ടെ. പക്ഷേ അയാൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തു സംഭവിച്ചുവെന്ന് ദമാസ്കസിലെ സുൽത്താന് പോലും അറിയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവനെ അന്വേഷിച്ചു പോകാൻ എനിക്കങ്ങ് അനുവാദം തരണം. അല്ലാഹു അയാളെ എനിക്ക് തരുമെന്ന് എൻ്റെ മനസാക്ഷി പറയുന്നു. നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാൻ നാം അനുവദിച്ചിരിക്കുന്നു. അവർ കൊട്ടാരത്തിൽ നിന്നിറങ്ങി. ആദ്യത്തെ ദിവസം ബാഗ്ദാദിലെ ആകെ തിരഞ്ഞെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം കമ്പോളത്തിലെ പ്രധാനപ്പെട്ട വ്യാപാരികളെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. അപരിചിതരും നിരാലംബരുമായവർക്ക് വിതരണം ചെയ്യാൻ അവർക്ക് പണം നൽകി. മൂന്നാമത്തെ ദിവസം ആഭരണ വ്യാപാരികളുടെ കേന്ദ്രത്തിൽ ചെന്ന് അവിടുത്തെ ഷെയ്ഖിനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, സുഖമില്ലാത്ത ഒരു യുവാവിനെ ഞാൻ എൻ്റെ വീട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. രോഗം പിടിച്ച് എല്ലും തോലുമായിരിക്കുകയാണ്. ഋണബാധിതയോ പ്രേമനൈരാശ്യമോ ആണ് അയാളെ ഈ നിലയിലാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. അത് കേട്ട് കുലൂബിൻ്റെ മനസ്സ് കുതൂഹലം പൂണ്ടു. ആ യുവാവിനെ കാണാൻ അവർക്ക് ധൃതിയായി. തുടർന്ന് എന്തു സംഭവിക്കുന്നു എന്നറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി.